മാഡ് മാക്സ് ഫിലിം സീരീസിലെ അഞ്ചാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ സിനിമയാണ് ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ എന്ന സിനിമ. സോ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്നതിന് മുന്നേ കഴിഞ്ഞ എല്ലാ മാഡ് മാക്സ് മൂവീസും കാണണമോ എന്നതാണ്. എല്ലാം കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിനു മുന്നേ 2015 റിലീസായ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന സിനിമ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം. കാരണം ആ സിനിമയുടെ പ്രീക്വലായി വരുന്ന സിനിമയാണ് ഫ്യൂരിയോസ. അപ്പോൾ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന സിനിമയ്ക്ക് മുന്നേ നടക്കുന്ന കഥയാണ് ഫ്യൂരിയോസയിൽ പറയുന്നത്. ഈ സിനിമയും ജോർജ് മില്ലറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു സിനിമയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി മാഡ് മാക്സ് ഫ്യൂരി റോഡ് പോലെ അല്ല. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അതിനു മുന്നേ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ മാഡ് മാക്സ് ഫ്യൂരി റോഡിൽ നമ്മൾ കണ്ട ഫ്യൂരിയോസ എന്ന ക്യാരക്ടർ എങ്ങനെ ആയി എന്നതാണ് സിനിമ പറയുന്നത്. ബേസിക്കലി ഫ്യൂരിയോസയുടെ ചെറുപ്പം മുതൽ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന സിനിമ വരെയുള്ള കഥയാണ് ഫ്യൂരിയോസ എന്ന സിനിമയിൽ പറയുന്നത്. ഇനി പറയാനുള്ളത് മാഡ് മാക്സ് ഫ്യൂരി റോഡ് പോലെ ത്രൂ ഔട്ട് ഒരു ആക്ഷൻ സിനിമയല്ല ഫ്യൂരിയോസ. ആക്ഷൻ ഇല്ല എന്നല്ല, ആക്ഷൻ ഉണ്ട്, ഉള്ളതാണെങ്കിൽ നല്ല ആക്ഷൻസും ആണ്. ബട്ട് മാഡ് മാക്സ് ഫ്യൂരി റോഡ് പോലെ ഒരു ഫാസ്റ്റ് പേസിൽ കഥ പറഞ്ഞ് അതിന്റെ കൂടെ ആക്ഷനും കാണിച്ചു പോകുന്ന ഒരു സിനിമയല്ല. ഫ്യൂരിയോസ എന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. ഫ്യൂരിയോസ വളർന്ന് വലുതാവുന്നവരെ നമുക്ക് ആക്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല എന്നതൊരു സത്യം തന്നെയാണ്. ഈ ഒരു കാര്യം കുറച്ച് ഫാൻസിനെങ്കിലും വിഷമിപ്പിക്കും എന്നത് ഉറപ്പാണ്. കാരണം മാഡ് മാക്സ് ഫ്യൂരി റോഡിന്റെ ആക്ഷനും സ്ക്രീൻ പ്ലേയും ഇഷ്ടമുള്ള ഒത്തിരി മാഡ് മാക്സ് ഫാൻസ് ഈ സിനിമ കാണാൻ വരുന്നത് ആ ഒരു ആക്ഷൻസ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ആക്ഷൻസ് ഈ സിനിമയിൽ ഇല്ല എന്ന് കാണുമ്പോൾ ആ ഫാൻസ് ഇത് എങ്ങനെ എടുക്കും എന്ന് കണ്ട് തന്നെ അറിയണം. കുറച്ച് പേർക്കെങ്കിലും ഡിസപ്പോയിന്റ്മെന്റ് ആവാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ ആക്ഷൻസ് ഒത്തിരി ഉണ്ടാവും എന്ന പ്രതീക്ഷ വേണ്ട. ഫ്യൂരി റോഡ് വെച്ച് നോക്കുമ്പോൾ ആക്ഷൻസ് കുറവാണ്. പക്ഷെ ഫ്യൂരിയോസ എന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലപോലെ സമയമെടുത്ത് ഇമോഷണലി ഫ്യൂരിയോസയെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. സോ ഫ്യൂരിയോസയിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് 5 ചാപ്റ്ററൊക്കെ ആയി തിരിച്ച് ഒരു കഥ പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ ഇവർ നമ്മളോട് കൺവേ ചെയ്യുന്നത്. സോ അത്ര ഫാസ്റ്റ് ആയ സ്ക്രീൻ പ്ലേ അല്ല സിനിമയ്ക്കുള്ളത്. ഫ്യൂരിയോസയെ അഭിനയിച്ചിരിക്കുന്നത് ആന്യ ടൈലർ ആണ്. ഷാർലിസ് തെറോണിനെ പോലൊരു സ്റ്റാറിന്റെ യങ് കാസ്റ്റായി അഭിനയിക്കുമ്പോൾ തന്നെ പ്രഷർ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആന്യ ടൈലർ നല്ലപോലെ ആ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ക്രിസ് ഹെംസ്വർത്ത് ആണ്. അഭിനയം കൊണ്ട് വേറെ ലെവലാണ് ക്രിസ് ഹെംസ്വർത്ത്. ആളെ മൊത്തത്തിൽ ചായ മാറ്റി എടുത്തിട്ടുണ്ട്. ഡിമെൻഡസ് എന്ന ക്യാരക്ടറിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട ക്രിസ് ഹെംസ്വർത്ത് ആണ് എന്ന് പറയില്ല. പക്ഷെ ഡിമെൻഡസിന് ആവശ്യത്തിനുള്ള സ്ക്രീൻ സ്പേസ് കിട്ടാത്ത പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ ഒരു വില്ലൻ ഉണ്ട് എന്നറിയാം. ബട്ട് ഫോർ ദ മോസ്റ്റ് പാർട്ട് ഫ്യൂരിയോസയിൽ തന്നെയാണ് കൂടുതൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വില്ലനായി ക്രിസ് ഹെംസ്വർത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. പക്ഷെ അത്ര വലിയ ബാഡാസ് ആയി തോന്നിയില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത നല്ലൊരു വില്ലൻ ആയിരുന്നു പുള്ളി. ഈ വില്ലന്റെ കാര്യത്തിൽ ഇപ്പോൾ ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. വേറൊരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂരിയോസ വളരെ ഇമോഷണലായി കണക്ട് ആയ ഒരു ക്യാരക്ടറിനെ അവസാനം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറായി കാണിക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയത് ജസ്റ്റിഫൈബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഉള്ള ആക്ഷൻസ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. കൂടാതെ മാഡ് മാക്സ് ഫ്യൂരി റോഡിൽ നമ്മളോട് പറയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ നമുക്ക് പറ്റും. ദ മെനി മദേഴ്സ്, പിന്നെ ഫ്യൂരിയോസയുടെ കൈ എങ്ങനെ ആയി എന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ സിനിമയിലാണ് മനസ്സിലാവുക. സോ നല്ലൊരു സിനിമ തന്നെയാണ് ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ. ഫ്യൂരി റോഡ് പോലെ അല്ല, ഫ്യൂരിയോസ എങ്ങനെ ഒരു വാരിയറായി എന്നാണ് ഈ സിനിമ പറയുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.